അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിൽ നിന്നും പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പാഠഭാഗത്തിൽ മീഖാത്തിനെ സംബന്ധിച്ചും ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കപ്പെട്ടു. ഇന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് സുന്നത്തായ ചില കാര്യങ്ങളും ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി പാടില്ലാത്ത നിഷിദ്ധമായ ചില കാര്യങ്ങളുമാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാൽ കൈ വിരലുകളുടെ നഖം മുറിക്കൽ സുന്നത്താണ്. ഗുഹ്യകക്ഷ രോമങ്ങൾ നീക്കം ചെയ്യലും സുന്നത്താണ്. ഗുഹ്യകക്ഷ രോമങ്ങൾ ഓരോ 40 ദിവസത്തിനിടക്കും ചെയ്യണമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. കുളിക്കൽ സുന്നത്താണ്. കുളിക്കാൻ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വുളു ചെയ്താൽ മതിയാകുന്നതാണ്. ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ അത് മീഖാത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല, മറിച്ച് നമ്മുടെ വീട്ടിൽ വെച്ചും ചെയ്യാം. വീട്ടിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മീഖാത്തിലേക്ക് പുറപ്പെട്ട് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ അഥവാ നിയത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. കുളിച്ചതിന് ശേഷം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം താടിയിലും ശരീരത്തിലും സുഗന്ധദ്രവ്യം പുരട്ടൽ സുന്നത്താണ്. സുഗന്ധദ്രവ്യം ഇഹ്റാമിന്റെ വസ്ത്രത്തിലല്ല പുരട്ടേണ്ടത്, മറിച്ച് ശരീരത്തിലാണ് പുരട്ടേണ്ടത്. ശരീരത്ത് പുരട്ടിയത് വസ്ത്രത്തിലായാൽ തെറ്റില്ല. ഇപ്രകാരം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ കൂടുതൽ മുസ്തഹബാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹ്റോ അസ്റോ ഏതോ ഒരു ഫർദ് നമസ്കാരത്തിന് ശേഷമായിരുന്നു ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ മുസ്തഹബാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ചില ആളുകൾ ഇഹ്റാമിന്റെ 2 റക്അത്ത് എന്ന നിലയിൽ നമസ്കരിക്കാറുണ്ട്. എന്നാൽ ഇഹ്റാമിന്റെ 2 റക്അത്ത് എന്ന പേരിൽ ഒരു പ്രത്യേക സുന്നത്ത് നമുക്ക് കാണുവാൻ സാധ്യമല്ല. എന്നാൽ വുദുവിന്റെ 2 റക്അത്ത് നമസ്കാരം നമസ്കരിക്കുകയോ തഹിയ്യത്തുൽ മസ്ജിദ് പള്ളിയുടെ 2 റക്അത്ത് നമസ്കാരം നമസ്കരിക്കുകയോ രാത്രിയാണെങ്കിൽ വിത്ർ നമസ്കാരത്തിന് ശേഷമാവോ ഇങ്ങനെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ ഈ സുന്നത്ത് നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇനി ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പാടില്ലാത്തതുണ്ട് അഥവാ തടയപ്പെട്ടതായിട്ടുണ്ട്. നിഷിദ്ധമായ ആ കാര്യങ്ങളിൽ പെട്ടതാണ് വിവാഹം ചെയ്യൽ. മക്കയിലെത്തി ഇഹ്റാമിന്റെ അവസ്ഥയിലാണ് നല്ലൊരു പുതിയാപ്പളയെ കിട്ടി മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു അമ്മോഷനെ കണ്ടുമുട്ടി തന്റെ വിവാഹം നടത്തുകയോ ചെയ്യാൻ പാടില്ല. വിവാഹ കർമ്മം നിർവഹിക്കാൻ പാടില്ല. അപ്രകാരം വിവാഹ ആലോചനകൾ പാടില്ല. അഥവാ പെണ്ണിനെ കുറിച്ചും ചെക്കനെ കുറിച്ചുമുള്ള ചർച്ചകൾ, പുതിയാപ്പളയെ സംബന്ധിച്ചും പുതിയ പെണ്ണിനെ സംബന്ധിച്ചുമുള്ള ചർച്ചകൾ നടത്താൻ പാടില്ല. ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. മനഃപൂർവ്വം ഇന്ദ്രിയസ്രവം നടത്താൻ പാടില്ല. ചുംബനം, ശൃംഗാരം പാടില്ല. ഫോണിലൂടെയാണെങ്കിലും അല്ലാതെയും ശൃംഗാര സംസാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അപ്രകാരം നഖം, മുടി ഇവ നീക്കം ചെയ്യാൻ പാടില്ല. ചില ആളുകൾ നഖം കടിക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്രകാരം മീശ കടിച്ച് വെട്ടിക്കളയുന്ന സ്വഭാവമുണ്ട്. താടി വലിച്ച് ഇളക്കുന്ന സ്വഭാവമുണ്ട്. അത്തരത്തിലുള്ള രീതികളിൽ നിന്നും ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ഒരാൾ വിട്ടു നിൽക്കേണ്ടതാണ്. മനഃപൂർവ്വമല്ലാതെ ഇങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തെറ്റില്ല. അതേ അവസരത്തിൽ മനഃപൂർവ്വം ഇങ്ങനെ നീക്കം ചെയ്യാൻ പാടില്ല. സുഗന്ധദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല. പെർഫ്യൂം ഐറ്റംസുകൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ സോപ്പ് പോലുള്ള വൃത്തിയാക്കുവാനുള്ളതോ അതല്ലെങ്കിൽ മരുന്ന് പോലെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. വേട്ടയാടാൻ പാടില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വേട്ടമൃഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയും വേട്ടയാടുകയും ചെയ്യുമായിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചു, ലാ തഖ്തുലുസ് സ്വൈദ വഅൻതും ഹുറും, ഇഹ്റാമിലായിരിക്കെ നിങ്ങൾ വേട്ടയാടരുത്. പക്ഷേ മക്കയിൽ പ്രാവുകളെ കാണാം. മിനയിലും അതേപോലെ തന്നെ അറഫയിലുമൊക്കെ വേപ്പിന്റെ ചെടികൾ കാണാം. ആ ചെടികളുടെ കമ്പൊടിക്കാനോ പ്രാവുകളെ പറത്തിവിടാനോ പാടില്ല എന്ന് പണ്ഡിതന്മാരെ പ്രത്യേകം നിർദ്ദേശിച്ചായിട്ട് കാണാം. പുരുഷന്മാർ തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. പാന്റ് പോലെ, അണ്ടർവെയർ പോലെ, ഉള്ളിൽ ധരിക്കുന്ന ബനിയൻ, അണ്ടർവെയർ പോലത്തെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. 2 തുണി മാത്രം, ഒന്ന് ഉടുക്കുക, ഒന്ന് പുതക്കുക. എന്നാൽ മോതിരം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, കണ്ണട വെക്കുന്നതിൽ തെറ്റില്ല, ബെൽറ്റ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, ഷൂ പോലെ അല്ലാത്ത സാധാരണ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല. മുഖവും മുൻകൈയും തുറസ്സമാക്കിക്കൊണ്ട് സ്ത്രീകൾ സാധാരണ നമസ്കാരത്തിൽ എപ്രകാരമാണോ ഔറത്ത് മറക്കുന്നത് ആ രീതിയിലായിരിക്കും. എന്നാൽ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു അറിയിച്ചിരിക്കുന്നു, ഞങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യരായ പുരുഷന്മാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ മക്കനെ താത്തിയിടും എന്നതിനാൽ ചില പണ്ഡിതന്മാർ മുഖമക്കനെ താത്തിയിടുന്നതിൽ തെറ്റില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മുഖവും മുൻകൈയും സ്ത്രീകൾ ഇഹ്റാമിന്റെ അവസ്ഥയിൽ തുറന്നിടുകയാണ് വേണ്ടത്.
തർക്കിക്കാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ തർക്ക കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഈ പറയപ്പെട്ട 89 പാടില്ലാത്ത കാര്യങ്ങൾ അറിയാതെയോ മറന്നോ ഒരാൾ പ്രവർത്തിച്ചു പോയാൽ തെറ്റില്ല. എന്നാൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ മക്കയിൽ ഫിദിയ കൊടുക്കൽ നിർബന്ധമായി തീരുന്നതാണ്, അഥവാ മക്കയിൽ ബലിയർത്ത് കൊടുക്കൽ നിർബന്ധമായി തീരുന്നതാണ്. അള്ളാഹു പറഞ്ഞു, വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅതും ബിഹി. അതുകൊണ്ട് മനഃപൂർവ്വം ഒരാൾ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രായശ്ചിത്തം നൽകൽ നിർബന്ധമായി തീരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്റാമിൽ പ്രവേശിച്ച ഈ കാര്യങ്ങളിൽ കൃത്യതയും കണിശതയും പുലർന്ന് ഹജ്ജ് ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.